നമുക്കിന്ന് ടാരോട് ചോദിക്കാം നിങ്ങളുടെ പേഴ്സന്റെ ഈവനിങ് തോട്ട് എന്തായിരുന്നു എന്ന് നമുക്ക് ടാരോട് ചോദിക്കാം. അപ്പൊ 6 കാർഡ് സ്പ്രെഡിലൂടെ ടാരോട് ചോദിക്കാം ഇന്നെന്താ ഈവനിങ് തോട്ട്സ് എന്തായിരുന്നു. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, നാലാമത്തെ കാർഡ്, അഞ്ചാമത്തെ കാർഡ്, ആറാമത്തെ കാർഡ്. ഇതാണ് സ്പ്രെഡ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഇന്നലെ രാത്രി വ്യക്തിയുടെ ചിന്ത എന്തായിരുന്നു എന്ന് നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെന്റക്കിൾ എന്ന എനർജിയുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രി എന്താണ് ചിന്തിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിലെ ചില വ്യക്തികളൊക്കെ നിങ്ങളോട് വഴക്കുണ്ടാക്കി പോയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെയെങ്കിലും പേരിൽ യുദ്ധമൊക്കെ ഉണ്ടാക്കി സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇന്നലെ രാത്രി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചത് എന്നാണ് കാണിക്കുക. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞ് ഇന്നലെ രാത്രി വഴക്കുണ്ടായി കാണും എന്നാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഈ കാർഡ് എന്ന് പറയുമ്പം ഇത് 5 ഓഫ് വാൺസിന്റെ കാർഡും ഇത് 2 ഓഫ് സോർട്സിന്റെ കാർഡുമായ സ്ഥിതിക്ക് ഈ രണ്ട് സിറ്റുവേഷനോട് ആ വ്യക്തിക്ക് ജഗ്ലിംഗ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിറ്റുവേഷനോടെ ബാലൻസിങ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ വ്യക്തിയുടെ ഓവർ തിങ്കിങ് ഇന്നലെ രാത്രി എന്നായിരുന്നു പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൈസയുടെ ഒത്തിരി പ്രോബ്ലം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇവര് പറയുന്നത് ചിലതൊന്നും സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ റീഡിംഗ് കാണുന്ന വ്യക്തിയോട് ഇന്നലെ വളരെയധികം വഴക്കുണ്ടാക്കിയതായിട്ടാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് 10 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. 10 ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണ് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അന്നേരം ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തെങ്കിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ വ്യക്തി അതിനെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പൊ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഈ നിമിഷവും കടന്നു പോകും, നല്ല നാളെകൾ നമ്മളുടെ ജീവിതത്തിൽ വരും എന്ന ഒരു ഹോപ്പോട് ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്. അപ്പൊ ഓവറായിട്ട് പ്രോബ്ലം ഒക്കെ ഇന്ന് അനുഭവിക്കുന്നുണ്ടാവും, നാളേക്ക് ആ പ്രോബ്ലം ഒന്നും കാണത്തില്ലെന്ന് ആ വ്യക്തിക്ക് അറിയാം. അപ്പം നിങ്ങളെ കുറിച്ച് നല്ല തിങ്കിങ് ആയിരുന്നു ആ വ്യക്തിക്ക്. എന്ന് പറഞ്ഞാൽ നാളേക്ക് നല്ല ദിനങ്ങൾ വരാൻ പോകുന്നു, ഞങ്ങൾക്ക് ഒരുമിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സമയം വരുന്നു എന്നാണ് ഈ കാർഡ് പറഞ്ഞു തന്നിരുന്നത്. മൂന്നാമത്തെ കാർഡ് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. 6 ഓഫ് പെന്റക്കിളിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒത്തിരിയധികം സാമ്പത്തിക പ്രോബ്ലം ഉള്ള വ്യക്തിയാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. അപ്പൊ ഈ വ്യക്തി പൈസ വാങ്ങുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുന്നു, അങ്ങനെ ഒരു സമ്പത്തിന്റെ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കാളും അധികം ആ പൈസയെ പറ്റിയാ ചിന്തിച്ചത്. ഇത്ര പണം വരും, ഈ പണമൊക്കെ ഇന്നാർക്ക് കൊടുത്തു തീർക്കണം, എന്റെ കയ്യിലോട്ട് ഇത്ര കിട്ടിയ ഇന്നാർക്ക് ഇത്ര കൊടുക്കണം, അങ്ങനെ ആലോചിച്ച് തീർത്ത ഒരു നൈറ്റ് ആണ്. അതിൽ നിങ്ങളെക്കുറിച്ചും ഉള്ള ചിന്തകൾ പരിമിതമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് റിലേഷൻഷിപ്പിൽ ഇപ്പൊ മരീറ്റൽ ലൈഫിലാണെങ്കിൽ ആ വ്യക്തിക്ക് കുടുംബത്തിൽ ഇത്ര കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് സ്ട്രഗിള്. മരീറ്റൽ ലൈഫിൽ അല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഫാമിലിക്കോ മറ്റാർക്കെങ്കിലോ കൊടുത്തു തീർക്കാനുള്ള പണത്തെ പറ്റിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നാലാമത്തെ കാർഡ് പറയുന്നത് 4 ഓഫ് വാൺസ് എന്ന കാർഡാണ്. 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾ എന്ന കാർഡ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഒരു നാർസിസിസ്റ്റ് പോലെ ഒരു പേഴ്സൺ ആണ്. എപ്പോഴും നിങ്ങളെ പോവാനും അനുവദിക്കില്ല, എന്നാൽ ഇയാൾ വിട്ടു പോവുകയുമില്ല. നിങ്ങളെയും പോകാൻ അനുവദിക്കത്തില്ല, എന്നാൽ നിങ്ങളെന്ന് ശരിക്കും നോക്കാൻ പറ്റുമോ അതുമില്ല, നിങ്ങളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ അതുമില്ല. അപ്പം ഇയാൾക്കൊരു നാർസിസ്റ്റ് മെന്റാലിറ്റി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. പക്ഷെ അങ്ങനെ അടുത്ത് പൈസയ്ക്ക് അങ്ങനെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇയാളുടെ മാനസികമായിട്ട് ഇയാൾ ഓക്കെ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ലേറ്റ് നൈറ്റ് തോട്ട്സിലും അയാൾ വിചാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്, എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ പിടിച്ചു വെക്കണം എന്നാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് എന്നാണ്. ചിലപ്പോൾ ചിലവരൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഈ തുറന്നു പോകുന്ന വ്യക്തികളൊക്കെ
കാണും. അപ്പം ആ വ്യക്തികൾക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നാണ് ഈ കാർഡ് മൂലം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലവരൊക്കെ ഒന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല. ചിലവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് അവര് സംസാരിക്കുന്നില്ലായിരിക്കും. ചിലവരെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അങ്ങനെ ഒരു പലരുടെയും പല സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ആ പേഴ്സൺ ഓൺ യുവർ മൈൻഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളെ പറ്റി നല്ലതായിട്ട് ഓർമ്മയുള്ളതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നത്. ഇപ്പൊ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ബ്ലോക്ക് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആക്കണ്ടായിരുന്നു, അപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുത്തണ്ടായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നതായും ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എളുപ്പം തരുന്നതായിട്ട് ഈ കാർഡ് പറയുന്നു. അഞ്ചാമത്തെ കാർഡ് ആറാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഇപ്പം എല്ലാവർക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടിയ ഒരു എനർജിയുള്ള കിങ് ആണ്. അപ്പം ആ വ്യക്തി ഒത്തിരിയധികം സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം പണത്തിൻ്റെതായ ആഗ്രഹങ്ങളൊന്നുമില്ല. റിലേഷൻഷിപ്പില് എങ്ങനെയെങ്കിലും ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിവാഹം ചെയ്യണം, എന്നിട്ട് വിവാഹ ജീവിതത്തിൽ ഒത്തൊരുമയോടും സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിച്ചതെന്നാണ് കാണുന്നത്. അപ്പം ഈ വ്യക്തിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കുറച്ച് പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വ്യക്തി നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് വിവാഹം കഴിച്ച് മുൻപോട്ടേക്ക് പോകണം എന്നാണ് ആഗ്രഹങ്ങള്. അപ്പൊ ഈ ബോട്ടം ഓഫ് ദ ഡെക്ക് ഈ കാർഡ് വന്നത് സിക്സ് ഓഫ് വാൺസിന് സെവൻ ഓഫ് വാൺസിന് സമാനമായിട്ടാണ്. ഈ രണ്ട് സിറ്റുവേഷൻ ജഗ്ലിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ്സും ഒരു വഴക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. സിറ്റുവേഷൻ ജഗ്ലിംഗ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ മാറി മറിഞ്ഞ് വരും. നിങ്ങൾക്ക് ഇത് ഒരു 2-3 മാസത്തിനകം ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി നിങ്ങളിലേക്ക് ഒരു നല്ല എനർജി വരാൻ നിങ്ങൾ യൂണിവേഴ്സിനെ ക്ലെയിം ചെയ്യണം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മാറി യൂണിവേഴ്സ് നല്ലത് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ള കാർഡുകളൊക്കെ ഇതായിരുന്നു എനർജി. അപ്പം ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. താങ്ക് യു.